ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്രന്റീഷിപ്പ് പ്രോഗ്രാം ഗൂഗിളിലത്തെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് career.google.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് പോകേണ്ടത്. ഈ വെബ്സൈറ്റിൽ പോകേണ്ടതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ്ലി ഈ പേജിൽ വന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 15, 2023 ആണ്. സോ ഡെഫിനറ്റ്ലി അപ്ലൈ ബിഫോർ ദാറ്റ്. ഇത് ഡയറക്റ്റ്ലി ഗൂഗിളിൻ്റെ ഓഫീസിൽ പോയി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. ഈ പറഞ്ഞ ലൊക്കേഷൻസിലൊക്കെയാണ് നമുക്ക് പോയി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നത്. സോ ഇതിന് ആക്ച്വലി ഒരു 2-3 ഇൻ്റർവ്യൂ പ്രോസസ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഇൻ്റർവ്യൂ പ്രോസസ്സെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ഈ ഒരു ജോബിൽ ഈ അപ്രന്റീഷിപ്പ് പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ അപ്രോച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. വി ആർ പ്രൊവൈഡിങ് ടെക്നിക്കൽ ഇൻ്റർവ്യൂ സെഷൻ. സോ അത് ഈ പറഞ്ഞൊരു എല്ലാ ജോബ്സിനും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലത്തെ ഒരു ടെക്നിക്കൽ ഇൻ്റർവ്യൂ സെഷനാണ്. സോ യു ക്യാൻ അറ്റൻഡ് ദാറ്റ് ആൻഡ് അപ്ലൈ ഫോർ ദിസ് ജോബ് ആൻഡ് ക്രാക്ക് ദ ഇൻ്റർവ്യൂ. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് December 15 മുന്നേ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് റെസ്യൂമെയും കവർ ലെറ്ററുമാണ് വേണ്ടത്. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് തന്നെ ഒരു റെസ്യൂമെ ബിൽഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ഒരു സ്കിൽസ് എല്ലാം മാച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊരു റെസ്യൂമെ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കവർ ലെറ്ററും ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് കണ്ടീഷൻസിലാണ് ഉണ്ടാക്കേണ്ടതെന്നും അവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു കവർ ലെറ്ററും റെസ്യൂമെയും ബിൽഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഇഫ് യു വോണ്ട് എനി കൈൻഡ് ഓഫ് സർവീസസ് ഫോർ യുവർ റെസ്യൂമെ ബിൽഡിംഗ് ഓർ കവർ ലെറ്റർ, നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം ഇൻസ്റ്റാഗ്രാമിൽ. വി ആർ പ്രൊവൈഡിങ് സർവീസസ് ഫോർ റെസ്യൂമെ ബിൽഡിംഗ് ആൻഡ് കവർ ലെറ്റർ. അതുപോലെ തന്നെ ഇതിൻ്റെ ഹോൾ പ്രോസസ്സ് ഓൾമോസ്റ്റ് ഒരു 18 to 20 വീക്സ് എടുക്കുമെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ ലോങ് പ്രോസസ്സ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്ത ആൾക്കാരും ഇതുപോലൊരു 3 months വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിൽ അവർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എല്ലാ ഇൻ്റർവ്യൂ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ബേസിക്കലി ഇത്രത്തോളം ടൈം എടുക്കും. സോ ബി പേഷ്യൻറ്റ്. ഇപ്പോൾ ഈ പറഞ്ഞ ലൊക്കേഷൻ ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഗുർഗാവൺ, അതുപോലെ തന്നെ മുംബൈയിലത്തെ ലൊക്കേഷൻസിലായിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടാവുന്നത്. സോ ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള വേണ്ടിയിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി എന്തായാലും വേണം. 1 year ഓഫ് എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയുന്നത്. ലാസ്റ്റ് ഇയർ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും പ്രോജക്ട്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്തേക്കുന്നതും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നവർ പറയുന്നുണ്ടായിരുന്നു. സോ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ തിങ്. സോ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടാവുന്നത് നല്ലതാണ്. ഈ ഒരു ഫീൽഡിനെ പറ്റിയിട്ട് നിങ്ങളൊരു കോഴ്സ് നേരത്തെ ചെയ്തേക്കുന്നത് നല്ലതാണ്. ഗൂഗിളിലെ തന്നെ കുറേ സർട്ടിഫിക്കേഷൻസ് ഉണ്ടല്ലോ. ഇത് ഗൂഗിളിൻ്റെ ഒരു കോഴ്സ്, ഇത് ഗൂഗിളിൻ്റെ തന്നെ ഒരു അപ്രന്റീഷിപ്പ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഗൂഗിളിൻ്റെ സർട്ടിഫിക്കേഷൻസ് നിങ്ങൾ ചെയ്ത് വെക്കുന്നതും നല്ലൊരു കാര്യം തന്നെയായിരിക്കും. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ റെസ്യൂമെയിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ എന്തായാലും നോക്കുക. അതുപോലെ തന്നെ ഇവിടെ ഗൂഗിൾ വർക്ക് സ്പേസ് ആയിട്ടുള്ള ജിമെയിൽ, ക്രോം ഡോക്യുമെൻറ്റും പിന്നെ അതുപോലെ തന്നെ ഡോക്ക് ആൻഡ് ഷീറ്റിലത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നോളജ് ഉണ്ടാകുന്നത് നല്ലതാണ്. ഇംഗ്ലീഷിലത്തെ ഫ്ലുവൻസിയും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നിങ്ങളുടെ ഇൻ്റർവ്യൂ ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബി ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. നമുക്ക് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള സ്കിൽസൊക്കെയാണ് അവർ പല ഇൻ്റർവ്യൂ സെഷൻസ് ആയിട്ട് അവർ നോക്കുന്നുണ്ടാവുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ ഇൻ്റർവ്യൂ സെഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ടെക്നിക്കൽ ഇൻ്റർവ്യൂ സെഷനിൽ എങ്ങനെയൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഒരുവിധം വരുന്നത്, എങ്ങനെയൊക്കെയാണ് ഒരു ടോപ്പ് ലെവൽ കമ്പനീസിലത്തെ ഇൻ്റർവ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ തരുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു പെയ്ഡ് ടെക്നിക്കൽ ഇൻ്റർവ്യൂ സെഷൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു അറ്റൻഡ് യു ക്യാൻ മെസ്സേജ് മീ. അതുപോലെ തന്നെ ഈ പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻസ് ഉള്ളൊരു ആഡ് ഓൺ ആണ്. നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയായിരിക്കും ഒരു പ്രോബ്ലം വന്നാൽ സോൾവ് ചെയ്യുന്നത്, നിങ്ങളുടെ തിങ്കിങ് സ്കിൽസ്, ഇതൊക്കെ ആയിരിക്കും ആ ഒരു ഇൻ്റർവ്യൂവിൽ അനലൈസ് ചെയ്യുന്നുണ്ടാവുന്നത്. സോ ദീസ് ആർ ദ തിങ്സ് അബൌട്ട് ദ ജോബ്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു 24 months ലോങ് ആയിട്ടുള്ളൊരു ഇൻറ്റേൺഷിപ്പ് പ്രോസസ്സാണ്, അപ്രന്റീഷിപ്പ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ വീക്കിലി ഒരു 40 hours നിങ്ങൾക്ക് ആ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യേണ്ടി വരും. സോ ദിസ് ഇസ് നോട്ട് എ ഫുൾ ടൈം ജോബ്. അത് അവരെടുത്ത് പറയുന്നുണ്ട്. ഇതൊരു ജോബ് എന്നുള്ള രീതിയിലല്ല കാണേണ്ടത്. ഇതൊരു അപ്രന്റീഷിപ്പ് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമായിട്ടാണ് കാണേണ്ടത്. ആൻഡ് അവർ റീലൊക്കേഷൻ അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ഗോ ത്രൂ ഓൾ ദീസ് തിങ്സ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റീസ്. നിങ്ങൾ അവിടെ കയറിയതിനു ശേഷം എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും അവർ ചെയ്യേണ്ടി വരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ഓൾ ദീസ് തിങ്സ്. സോ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോകാം. യു ക്യാൻ ക്ലിക്ക് ദിസ് അപ്ലൈ ബട്ടൺ ആൻഡ് സ്റ്റാർട്ട് ദ ആപ്ലിക്കേഷൻ പ്രോസസ്. നമുക്കിതൊരു 4-5 സ്റ്റെപ്സിലാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ യു ഹാവ് ടു ഗിവ് യുവർ ഫുൾ നെയിം ഹിയർ ആൻഡ് ദെൻ യു ക്യാൻ ഗിവ് യുവർ ഇമെയിൽ അഡ്രസ് ഹിയർ. ആൻഡ് നമ്മളിത് ഓൾറെഡി ജിമെയിൽ വെച്ചിട്ടാണ് സിങ്ക് ചെയ്തേക്കുന്നത്. സോ ദ ജിമെയിൽ വിൽ ബി മെൻഷൻഡ് ഹിയർ. അതുപോലെ തന്നെ നമ്മുടെ കൺട്രി ഇവിടെ കൊടുക്കണം, ഏത് പ്ലേസിൽ നിന്നാണ് നമ്മൾ വരുന്നത് എന്നുള്ളത് കൊടുക്കും. ദെൻ നമ്മുടെ കോൺടാക്ട് നമ്പറും കൊടുക്കുക. ദെൻ യു ക്യാൻ ക്രിയേറ്റ് എ പ്രൊഫൈൽ. സോ ഇതിൽ ആദ്യം നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ളത് നമ്മുടെ കരിയർ പ്രൊഫൈൽസിൻ്റെ ഡീറ്റെയിൽ ആണ്. സോ ഇവിടെ നിങ്ങളുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യണം. ഒരു PDF ഓർ ഡോക്യുമെൻ്റ് ആയിരിക്കണം. അത് 2 MB താഴെ ആയിരിക്കണം വരേണ്ടത്. ആൻഡ് ദെൻ യുവർ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ദെൻ യുവർ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ. നമ്മൾ ലാസ്റ്റ് ഒരു ഡിഗ്രിയാണ് പഠിച്ചതെങ്കിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് ഡിഗ്രിയാണ് പഠിച്ചെങ്കിൽ ഡിഗ്രിയാണ് നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. അത് മെൻഷൻ ചെയ്യുക. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൊടുക്കുക. ദെൻ വാട്ട് അതർ സ്കിൽസ് ഡു യു ഹാവ് അതും കൂടെ ഇവിടെ മെൻഷൻ ചെയ്യാം. ആൻഡ് ലൊക്കേഷൻസ് കൊടുക്കുക.
നമ്മൾ അതായത് ഏതൊക്കെ ലൊക്കേഷനിലാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വർക്ക് ചെയ്യാനായിട്ട് എന്നുള്ള ലൊക്കേഷൻസാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആൻഡ് ദെൻ യു ഹാവ് എ കവർ ലെറ്റർ. ഇത് ഓപ്ഷണൽ എന്നാണ് അവർ പറയുന്നത്, ബട്ട് ഇറ്റ് ഇസ് ഗുഡ് ദാറ്റ് യു ഫിൽ ഇറ്റ്. അപ്പോൾ ഇത് എന്തായാലും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് ദെൻ പ്രൊഫൈൽ പ്രിഫറൻസസ് അതെല്ലാം കൊടുക്കുക. ആൻഡ് ദെൻ യു ക്യാൻ സബ്മിറ്റ് കണ്ടിന്യൂ ചെയ്യാം. സോ നെക്സ്റ്റ് ലെവലിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മുടെ റോൾ ആൻഡ് ഇൻഫർമേഷൻ ആണ്. അപ്പോൾ നമുക്കിവിടെ ഏത് പ്രിഫേർഡ് ലൊക്കേഷൻ ആണെന്നുള്ളത് കൊടുക്കാം. അഡീഷണൽ ആയിട്ടുള്ള പ്രിഫറൻസസും കൊടുക്കാം. ആൻഡ് ദെൻ നമുക്ക് വോളണ്ടറി സെൽഫ് ഡിക്ലറേഷൻ ആണ്. നമ്മുടെ ജെൻഡറും നമ്മൾ ഏത് എത്നിക് ഗ്രൂപ്പിലുള്ളതാണ് എന്നുള്ളതും, അതുപോലെ തന്നെ ഡിസബിലിറ്റി സ്റ്റേറ്റസ് ഇവിടെ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ മിലിറ്ററി ഓർ സംതിങ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ദെൻ വി ഹാവ് എ റിവ്യൂ ആൻഡ് ദെൻ യു ക്യാൻ അപ്ലൈ ഫോർ ദിസ് റോൾ.